ആർട്ട്ലെസ് മീൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അഡ്ജസ്റ്റബിൾ ബ്രേസ്ലെറ്റ് ആണ്. അതിൻ്റെ അഡ്ജസ്റ്റബിൾ നോട്ട് എങ്ങനെയാണെന്ന് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ബീഡ്സ് ആണ്. ഏത് കളർ വേണമെങ്കിലും എടുക്കാം, നിങ്ങളുടെ ചോയ്സാണ്. ഇന്ന കളറൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ എടുക്കാം. പിന്നെ ഒരു ഷെല്ലാണ് ഇത്. ഞങ്ങൾ കോളേജ് ഐവിക്ക് പോയപ്പോൾ ഗോകർണിൽ നിന്ന് പെറുക്കിക്കൊണ്ടുവന്നതാണ്. ബ്ലാക്കും വൈറ്റും ത്രെഡുകൾ. ഞാൻ ജസ്റ്റ് 2 കളർ എടുക്കാൻ കാരണം നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഇത് ജ്വല്ലറി വയറാണ്. അപ്പോൾ നമുക്ക് എന്നുവെച്ചാൽ ഈ യൂസ് ചെയ്യുന്ന ത്രെഡ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജ്വല്ലറി വയർ യൂസ് ചെയ്യുന്നത്. അപ്പം വീഡിയോയിൽ വയർ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര നൈസായിട്ടുള്ള ത്രെഡാണ്. പിന്നെ നമുക്ക് വേണ്ടത് കത്രിക. അപ്പോൾ നമ്മൾ സ്ട്രിങ് എടുക്കുമ്പം നമുക്ക് വേണ്ട ലെങ്ത്തിൻ്റെ ഡബിൾ ലെങ്ത്ത് എടുക്കുക. കാരണം നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അത് തീർന്നു പോകാനൊന്നും പാടില്ല. അതുകൊണ്ട് 2 ഇരട്ടി ലെങ്ത്ത് എടുത്ത് വെച്ചേക്കുക. കുറച്ച് എക്സ്ട്രാ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ ബീഡിനെ നമ്മൾ അതിൻ്റെ ഒരു കോർണറിൽ കറക്റ്റ് ടൈറ്റായിട്ട് വേണം വെക്കാൻ. എൻ്റെ ബീഡ്സൊക്കെ അത് ഓടിപ്പോകുന്നു. അപ്പം എന്താ ആദ്യത്തെ ബീഡിനെ ആ കോർണറിലേക്കാക്കി ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ജസ്റ്റ് തിരിച്ച് ഓപ്പോസിറ്റായിട്ട് വീണ്ടും ആ സ്ട്രിങ്ങിനെ കയറ്റി വിടുക. അപ്പോൾ അത് ടൈറ്റായിട്ട് ആ കോർണറിൽ നിന്നോളും. ശരിക്കും നല്ല ടൈറ്റായിട്ട് കെട്ടുക, അത് ഊരിപ്പോരരുത്. അത് ഊരിപ്പോയി കഴിഞ്ഞാൽ ബ്രേസ്ലെറ്റ് പൊട്ടിപ്പോവും. അപ്പം നിങ്ങൾക്ക് ആ ലൂപ്പ് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കാണാത്തതിനെ കൊണ്ട് ഇപ്പോൾ ക്ലിയറായി കണ്ടുകൂടെ. ചെറിയൊരു ലൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ എക്സ്റ്റൻഷൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി ബീഡ്സ് ഇടാം. ഞാൻ ആദ്യം പാറ്റേൺ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് ആദ്യം 8 ബീഡ്സാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ 8 ബീഡ് ഇടാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് സെൻറ്ററിലായിട്ട് ലോക്കറ്റ് പോലുള്ള ഷെല്ലിനെ വെക്കാം. ഞാൻ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഓരോന്നും പെറുക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ പല സാധനങ്ങളും ഉണ്ടാക്കാം. അപ്പം പെറുക്കിയാവണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എന്നാലും ഇങ്ങനെയൊക്കെ നല്ല നല്ല സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ എടുത്ത് വെക്കുക. അധികം ചിലവൊന്നും ഇല്ലാത്ത ഓരോ ഇങ്ങനത്തെ അടിപൊളി ഐറ്റംസൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞേ. അപ്പോൾ അത് കറക്റ്റ് കോർണറിലേക്കായിട്ട് ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്യുക. അത് ലൂസായി ഒന്നും പോവരുത്. അതേപോലെ തന്നെ അടിയിൽ കൂടെ വയറെടുത്തിട്ട് അപ്പുറത്തെ കോർണറിലും ഒരു നോട്ട് ഉണ്ടാക്കുക. അത് കറക്റ്റായിട്ട് അവിടെ നിൽക്കാനാണ്, അവിടെ നിന്ന് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പൊസിഷൻ കറക്റ്റാക്കി വേണം അത് ടൈ ചെയ്യാൻ. എന്നിട്ട് അതേപോലെ തന്നെ ബാക്കി ബീഡ്സ് അതിനകത്തേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫുൾ ബീഡ് ഇട്ട് കഴിഞ്ഞു. ഇനി അത് കയ്യിലൊന്ന് വെച്ച് നോക്കുക. ഇനി നമുക്ക് കയ്യിൽ പറ്റുമോ എന്നുള്ളത്. ഇല്ലെങ്കിൽ എക്സ്ട്രാ ബീഡ്സ് ഇനിയും ഇടണം. അപ്പോൾ ഇത് ഏകദേശം എൻ്റെ കൈക്ക് കറക്റ്റാണ്. അപ്പം ലാസ്റ്റ് ബീഡിന് ആദ്യത്തെ ബീഡിനെ കെട്ടിയ പോലെ തന്നെ അവസാനത്തെ ബീഡിനെയും കെട്ടുക.
അത് കഴിഞ്ഞിട്ട് അവിടെയും ഒരു ലൂപ്പ് ഉണ്ടാക്കുക. ഇനി ഉണ്ടാക്കിയ ലൂപ്പിലൂടെ ഈ വൈറ്റ് ത്രെഡിനെ അതിലൂടെ ഇട്ടിട്ട് കെട്ടുക. ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല ടൈറ്റായിട്ട് കെട്ടി വെക്കണേ. നിങ്ങൾക്ക് എത്രത്തോളം അത് എക്സ്റ്റെൻഡ് തൂങ്ങി കിടക്കേണ്ടതെന്ന് വെച്ചാൽ അത്രയും വെച്ച് മുറിക്കുക കേട്ടോ. ഇന്ന ലെങ്ത്തിൽ വെച്ച് മുറിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും അത് ലൂപ്പിലൂടെ ഇട്ടിട്ട് കെട്ടിവെക്കുക. അതിനുശേഷം നമ്മൾ ബ്ലാക്ക് ത്രെഡ് എടുക്കുക. അതും ഒരുപാട് ലെങ്ത് ഒന്നും വേണ്ട. നമ്മൾ ബ്രേസ്ലെറ്റിൻ്റെ കുറച്ചൊരു ലെങ്ത് എടുത്തിട്ട് ആദ്യം ചെയ്യുന്നവർക്ക് വേണം കുറച്ച് കൂടുതൽ ലെങ്ത് എടുക്കാം, അത് കുഴപ്പമില്ല. കുറച്ചൊരു ലെങ്ത് എടുത്തിട്ട് അതിനെ നീഡിലിന് കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ബ്ലാക്ക് ത്രെഡിനെ പകുതിയല്ല, ഒരു ചെറിയ എൻഡും ഒരു ലോങ് എൻഡും വരുന്ന രീതിക്ക് മടക്കുക. നമ്മൾ ബ്രേസ്ലെറ്റിൻ്റെ രണ്ട് എൻഡുകൾ, വെള്ള കാണുന്ന രണ്ട് എൻഡുകളെ ഓവർലാപ്പ് ചെയ്യാത്ത രീതിയിൽ പിടിക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ മടക്കി വെച്ചിരിക്കുന്ന കറുത്ത നൂലിനെ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം, കറുപ്പിൽ ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമാണ്. ആ വലുതിലാണ് നീഡിൽ കയറ്റിയിരിക്കുന്നത്. എന്നിട്ട് ഇത് ടൈറ്റായി പിടിക്കണം. എന്നിട്ട് ഇതിലൂടെ ചുറ്റുക. ഒരുപാട് ടൈറ്റും ഒരുപാട് ലൂസും ആയി പോകരുത് നമ്മൾ ലൂപ്പ് ഉണ്ടാക്കുമ്പം. കണ്ടില്ലേ, അത് ചുറ്റി നിൽക്കുന്ന കണ്ടില്ലേ? അങ്ങനെ കറക്റ്റായിട്ട് ഇതാക്കുക. ഒരുപാട് ടൈറ്റും ലൂസും ആവരുത്. കൈ വിട്ടു പോവുകയും ചെയ്യരുത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വിട്ടതാണ്. നമ്മളത് ശരിക്കും പിടിച്ചിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് നമ്മൾ ബാക്കിൽ നിന്ന് മുന്നോട്ടേക്ക് നീഡിൽ പാസ് ചെയ്യുക. അങ്ങനെ പാസ് ചെയ്യുമ്പം പോകുന്ന നൂലിലൊന്നും കുടുങ്ങാതെ നോക്കണം. ഏതെങ്കിലും നൂലിൻ്റെ ഉള്ളിൽ കൂടെ കുടുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ശരിയാവില്ല. അപ്പോൾ ഒന്നിലൂടെയും കുടുങ്ങാതെ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ കറക്റ്റായിട്ട് പുറത്തേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഫോൾഡിൽ വരുന്ന ഒരു ലൂപ്പ് ഉണ്ടാവില്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം പുറത്തേക്ക് വലിക്കാൻ. അപ്പോൾ നമുക്ക് രണ്ട് എൻഡ് കിട്ടി കറുപ്പിൻ്റെ. എന്നിട്ട് അത് വലിക്കുക. അതിൻ്റെ അകത്ത് കണ്ടില്ലേ വൈറ്റ് ഇത് കുടുങ്ങിയിരിക്കുന്നത്, അങ്ങനെ കുടുങ്ങിയിരിക്കുന്നത് കാണാൻ പാടില്ല. അപ്പം ബ്ലാക്കിനെ കറക്റ്റ് വലിക്കുക, അത് ഓവർ ടൈറ്റ് ആവരുത്. അപ്പോൾ നമുക്കിപ്പോൾ 4 എൻഡ് കിട്ടി, 2 വൈറ്റ് എൻഡും 2 ബ്ലാക്ക് എൻഡും. അപ്പോൾ ബ്ലാക്ക് എൻഡിൻ്റെ നീളം വെക്കണം എന്നില്ല, അതിനെ വെട്ടാം. അപ്പോൾ അതിനെ വെട്ടുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് ഒരു നോട്ട് ഉണ്ടാക്കിയിട്ട്, കാരണം അത് ലൂസായി പോകാതിരിക്കാനാണ്, നോട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ വെട്ടാം. എന്നിട്ട് ബാക്കി വേണ്ടാത്ത കഷ്ണം മുറിച്ച് കളയാം. ഇതേപോലെ രണ്ടാമത്തെ ബ്ലാക്ക് എൻഡിനും ചെയ്യാം. ഇനിയപ്പം നമുക്ക് ബാക്കിയുള്ളത് 2 വൈറ്റ് എൻഡാണ്. അപ്പോൾ നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പം നമ്മൾ ആ എൻഡുകളിലൊന്നും കുടുക്കിയില്ലെങ്കിൽ അത് ഊരിപ്പോരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ബീഡ്സ് വേണം. അപ്പം ബീഡിനെ അതിലേക്ക് കയറ്റിയിട്ട് അവിടെ ഒരു നോട്ട് ഉണ്ടാക്കിയിട്ട് വേണ്ടാത്ത ഭാഗം മുറിച്ച് കളയുക. ഇതേപോലെ മറ്റേ രണ്ടാമത്തെ എൻഡിലും ചെയ്യാം. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്ലാക്കും വൈറ്റും ത്രെഡ് എടുത്തത്. രണ്ടും ഒരേ കളറാകുമ്പം അത് മനസ്സിലാവില്ല. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ കളറിൽ ചെയ്യുക. അപ്പോൾ അത് എടുത്ത് വയ്ക്കില്ല. കണ്ടോ, ഇപ്പോൾ ബ്ലാക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കും. അത് വൈറ്റ് ആയിരുന്നെങ്കിൽ അത് അതിൻ്റെ കൂടെ ജസ്റ്റ് മാച്ചായി പോയേനെ. നീ വേണ്ടാത്ത ബാക്കി വന്ന കഷ്ണങ്ങളൊക്കെ മുറിച്ച് കളയുക.
ബ്രേസ്ലെറ്റ് കംപ്ലീറ്റ് ആയി. കാണാൻ അടിപൊളിയായിട്ട് ഗെറ്റപ്പുള്ളൊരു ബ്രേസ്ലെറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അമ്മയുടെ ബ്രേസ്ലെറ്റ് വേണേൽ മോക്കിടാം, മോളെ ബ്രേസ്ലെറ്റ് വേണേൽ അമ്മയ്ക്കിടാം. അപ്പോൾ അങ്ങനെ സൈസിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഇനി ആർക്ക് വേണമെങ്കിലും നമുക്ക് ഗിഫ്റ്റും ചെയ്യാം. സൈസ് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഈസി അഡ്ജസ്റ്റബിളും ആണ്. അപ്പോൾ നമ്മൾ അടിപൊളി ബ്രേസ്ലെറ്റ് റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇനി കൂടുതൽ വീഡിയോസ് കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ മറക്കരുത് കേട്ടോ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ, ബൈ.